CPIM സംസ്ഥാന സമിതി അംഗം എം.വി. ജയരാജൻ ജയിൽ മോചിതനായിരിക്കുകയാണ്. എം.വി. ജയരാജനെ തോളിലേറ്റിക്കൊണ്ട് പ്രവർത്തകർ, വർഗ ബഹുജന സംഘടനാ നേതാക്കൾ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന എം.വി. ജയരാജന് ആവേശോജ്വലമായ സ്വീകരണമാണ് CPIM പ്രവർത്തകർ ജയിലിന് പുറത്ത് ഒരുക്കിയത്. വി ശിവൻകുട്ടി അടക്കമുള്ള CPIM നേതാക്കൾക്കൊപ്പമാണ് എം.വി. ജയരാജൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. കോടതിയലക്ഷ്യ കേസിൽ ശിക്ഷിക്കപ്പെട്ട എം.വി. ജയരാജൻ കഴിഞ്ഞ 8 ദിവസമായി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു. ഇന്നലെയാണ് എം.വി. ജയരാജന് സുപ്രീം കോടതി ജാമ്യം. CPIM സംസ്ഥാന സമിതി അംഗം എം.വി. ജയരാജൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു. CPIM പ്രവർത്തകർ, വർഗ ബഹുജന സംഘടനാ നേതാക്കൾ എന്നിവർ എം.വി. ജയരാജനെ സ്വീകരിക്കുന്നു. തോളിലേറ്റി പ്രകടനം നടത്തുന്നു. മുദ്രാവാക്യ വിളികളുമായിട്ടാണ് എം.വി. ജയരാജനെ CPIM പ്രവർത്തകർ സ്വീകരിച്ചത്. വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾക്കൊപ്പമാണ് എം.വി. ജയരാജൻ പൂജപ്പുര സെൻട്രൽ ജയിലിന് അകത്തു നിന്നും പുറത്തേക്ക് വന്നത്. കോടതിയലക്ഷ്യ കേസിൽ ശിക്ഷിക്കപ്പെട്ട എം.വി. ജയരാജൻ കഴിഞ്ഞ 8 ദിവസമായി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു. മുദ്രാവാക്യം വിളികളുമായാണ് CPIM പ്രവർത്തകർ, SFI പ്രവർത്തകർ, DYFI പ്രവർത്തകർ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ തുടങ്ങി വർഗ ബഹുജന സംഘടനാ പ്രവർത്തകർ എം.വി. ജയരാജനെ സ്വീകരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എം.വി. ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാധ്യമങ്ങൾ എം.വി. ജയരാജന്റെ വാക്കുകൾക്കായി കാത്തിരിക്കുന്നു. വൻ സ്വീകരണമാണ് പൂജപ്പുര സെൻട്രൽ ജയിലിന് പുറത്ത് എം.വി. ജയരാജന് ഒരുക്കിയിരുന്നത്. 8 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം CPIM സംസ്ഥാന സമിതി അംഗം കോടതിയലക്ഷ്യ കേസിൽ ശിക്ഷിക്കപ്പെട്ട എം.വി. ജയരാജൻ ജയിൽ മോചിതനായിരിക്കുന്നു. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ എം.വി. ജയരാജന് സ്വീകരണ പരിപാടി ഒരുക്കിയിരിക്കുകയാണ്. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കും. ഇപ്പോൾ വിശദാംശങ്ങളുമായി പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന് കെ രതീഷ് വീണ്ടും. രതീഷ്, എം.വി. ജയരാജൻ പുറത്തെത്തിയിരിക്കുകയാണ്. ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രവർത്തകർ ജയരാജന് ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് നൽകാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് എം.വി. ജയരാജൻ ജയിൽ മോചിതനായി പുറത്തേക്ക് എത്തിയത്. 8 ദിവസത്തെ ജയിൽ എം.വി. ജയരാജന് ജാമ്യം നൽകുകയാണ് ഉണ്ടായത്. ജാമ്യ ഉത്തരവുമായി ഹൈക്കോടതിയുടെ ദൂതൻ പ്രത്യേക വാഹനത്തിൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തുകയും തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹം ജയിൽ മോചിതനാവുകയും ചെയ്തിരിക്കുന്നു. ജയിൽ മോചിതനായ എം.വി. ജയരാജനെ വരവേൽക്കുന്നതിനു വേണ്ടി 100 കണക്കിന് അണികളാണ് ജയിൽ കവാടത്തിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നത്. CPIMന്റെ നേതാക്കളും DYFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതാക്കളും എം.വി. ജയരാജന് സ്വീകരണം നൽകുന്നതിനു വേണ്ടി എത്തിയിരുന്നു. മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് മാലയിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് എം.വി. ജയരാജനെ അണികൾ ജയിൽ കവാടത്തിൽ വരവേറ്റത്. തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിൽ എം.വി. ജയരാജൻ അണികളെ അഭിസംബോധന ചെയ്യുന്നതാണ്. അതിനുശേഷം കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും എം.വി. ജയരാജന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ലൈനിലുണ്ട്. ശ്രീജിത്ത്, എം.വി. ജയരാജൻ പുറത്തിറങ്ങിയിരിക്കുന്നു. അണികളുടെ ആവേശം എത്രത്തോളമുണ്ട്? ഇന്ന് നടക്കുന്ന പ്രധാന പരിപാടികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സമിതി അംഗം എം.വി. ജയരാജൻ ജയിൽ മോചിതനായിരിക്കുന്നു. അദ്ദേഹത്തിന് ആവേശകരമായ സ്വീകരണമാണ് CPIMന്റെയും മറ്റ് വർഗബഹുജന സംഘടനകളെയും പ്രവർത്തകർ നൽകിയത്. അദ്ദേഹത്തെ ജയിൽ കവാടത്തിൽ നിന്ന് സ്വീകരണ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് വരികയായിരുന്നു. വലിയ തോതിലുള്ള ജനക്കൂട്ടമാണ് ഇവിടെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ പൂജപ്പുര സർക്കാർ മണ്ഡപത്തിന് സമീപത്തുള്ള ഒരു പ്രത്യേക മൈതാനിലാണ് യോഗം നടക്കുന്നത്. സ്വീകരണ യോഗത്തിന് സ്വാഗതം നേരിട്ടുകൊണ്ട് മുൻ തിരുവനന്തപുരം മേയറും CPIM അംഗമായ C. ജയന്മാർ